അവരോട് ചേർന്ന് എനിക്ക് ഇവിടെ 30 ദിവസമായിരിക്കാൻ കർത്താവ് ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. എല്ലാവർക്കും എൻ്റെ വന്ദനം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ പാസ്റ്ററെല്ലാം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്നലെ നമ്മൾ ശ്രദ്ധിപ്പാനിടയായി. കർത്താവിന് സ്തോത്രം. എബ്രായ ലേഖനത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. യേശുവിനെ നോക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിയായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, യേശു. മുന്നോട്ട് നോക്കരുത്. ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ ചിലപ്പം നമുക്ക് തന്നെ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസലോ. അതുകൊണ്ട് യേശുവിനെ നോക്കുക. എന്നാൽ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കർത്താവിന് സ്തോത്രം യേശുവിനെ നോക്കാൻ പറഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒരു വാക്കുകൂടെ അവരെ ആഡ് ചെയ്ത് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കണം. ശ്രദ്ധിച്ചു നോക്കിയാൽ പോരാ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ചില വ്യക്തികളുണ്ട്, ചിലരെ വാച്ച് ചെയ്യും, നന്നായിട്ട് വാച്ച് ചെയ്യും. അവരുടെ സമീപനങ്ങൾ വാച്ച് ചെയ്യും, അവരുടെ സംസാരം വാച്ച് ചെയ്യും, അവരുടെ ഡീലുകളെല്ലാം വാച്ച് ചെയ്യും. ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് വാച്ച് ചെയ്തിട്ട് അവരെ പറ്റി വിലയിരുത്തും. ദൈവത്തിന്റെ സ്തോത്രം. ആ വിലയിരുത്തൽ വളരെ കറക്റ്റ് ആയിരിക്കും. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ പെട്ടെന്നൊന്നും ഒരാള് വിലയിരുത്തി കഴിയത്തില്ല, അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ പെട്ടെന്നൊന്നും ഒരാളെ പിടികിട്ടത്തില്ല. അവൻ നോക്കുന്നത് കൊണ്ട്, ഒന്ന് കാണുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകണമെന്നില്ല. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ കർത്താവിന്റെ സ്തോത്രം. ഇന്ന് രാത്രി എന്തുകൊണ്ടാണ് നമ്മൾ യേശുവിനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്? സ്തോത്രം. കർത്താവിന്റെ സ്തോത്രം. ശൂന്യക്കാരത്തിയോട് അവളുടെ തോഴിമാരും എല്ലാം ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റുള്ളവരെക്കാൾ എന്ത് വിശേഷതയാണ്? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കർത്താവ് എന്താണ് പ്രത്യേകത? ഒരാൾ നമ്മളോട് ചോദിക്കുക, എന്തിനാണ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കേണ്ടത്? കർത്താവിന്റെ സ്തോത്രം. അത് മറ്റാരോടും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മളോട് പറയണം, എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ എൻ്റെ 7-ാമത്തെ വയസ്സിലാണ് പെന്തക്കോസ്തിലേക്ക് വരുന്നത്. എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നത്. അന്ന് യാക്കോബ സഭ, അന്ന് യാക്കോബ എന്ന് മാത്രമേ ഉള്ളൂ, ഓർത്തഡോക്സും യാക്കോബയൊന്നുമില്ല. അന്ന് വലിയ കോൺഫ്ലിക്റ്റ് നടന്ന് 2 ഗ്രൂപ്പായിട്ട് മാറി പല പള്ളികളും അടച്ചിട്ടൊരു കാലഘട്ടത്തിൽ എൻ്റെ വല്യപ്പച്ചനും വീട്ടിലുള്ളവരൊക്കെ പ്രാർത്ഥനയ്ക്ക് വലിയ താല്പര്യമുള്ളവരായതുകൊണ്ട് സ്തോത്രം, പള്ളികൾ അടച്ചു കിടന്ന സമയത്ത്, പെന്തക്കോസ്തിലെ പള്ളികൾ തുറന്നു കിടന്ന് പാട്ടൊക്കെ കിടന്ന സമയത്ത് ഞങ്ങളെ അങ്ങോട്ട് വിടാൻ വല്യപ്പന് മനസ്സ് തോന്നി. അങ്ങനെ എൻ്റെ അമ്മ ആദ്യമായിട്ട് എനിക്ക് 7 വയസ്സുള്ളപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പെന്തക്കോസ്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ കയ്യിലേക്ക് ആദ്യമായിട്ടൊരു ട്രാക്ട് കിട്ടി, തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞത്. അത് ഞാൻ വളരെ വർഷങ്ങൾ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് ഒരു ഗിദിയോന്റെ ബൈബിളും തന്നു. അവിടുത്തെ പാട്ട് വളരെ ആകർഷിപ്പാനിടയായി. വചന ശുശ്രൂഷ അന്ന് ചെറിയ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാനിടയായി. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയ അമ്മ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് പ്രാർത്ഥനക്കാരുടെ തനിക്കുളം മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ പറഞ്ഞു വിട്ടാ വല്യപ്പൻ ഇറക്കി വിടാനിടയായി. മനസ്സിലായോ? പ്രാർത്ഥനയ്ക്ക് പൊക്കോളാൻ പറഞ്ഞ വല്യപ്പൻ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു എന്ന് കഴിഞ്ഞപ്പോ വല്യപ്പൻ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. വല്യപ്പൻ എന്ത് ചെയ്തു? പ്രാർത്ഥനയാണ്, പെന്തക്കോസ്താണ്, ഇവിടെ പറ്റുകയെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇറക്കി വിട്ടു. അമ്മയുടെ വീട്ടുകാരും ഞങ്ങളെ ഒഴിവാക്കി. ബാല്യപ്രായത്തിൽ ചെറുപ്പം 7 വയസ്സുള്ള പ്രായം നിങ്ങൾക്കറിയാം. എൻ്റെ അനിയൻ 2 വയസ്സുണ്ട്. അങ്ങനെ ഞങ്ങള് പുനലൂര് നരിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഞാൻ ഇന്നലെ ഓർപ്പിക്കാനാണ്, നരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലാത്ര എന്ന് പറയുന്ന ഒരു കുഴിയുണ്ട്. ഭയങ്കര ഇന്നും മര്യാദയ്ക്ക് ഒരു ഓട്ടോറിക്ഷ അവിടെ പോകത്തില്ല. അങ്ങനത്തെ സ്ഥലത്താണ് ഞങ്ങളെ. കാരണം ഞങ്ങളെ ആരും അറിയരുത്, അവരുടെ ബന്ധുക്കളാണെന്ന് അറിയരുത്. ആ കാലഘട്ടത്തിൽ കർത്താവ് ഇന്നേക്ക് ഒരു 50 വർഷം മുമ്പുള്ള കാര്യമാണ്, 49 വർഷം മുമ്പുള്ള കാലമാണ് പറയുന്നത്. ഞങ്ങളെ കൊണ്ടുപോയി ആ വിളയില്
ആമേൻ സ്തോത്രം. ഈ മണ്ണ് ചവിട്ടി കൂട്ടി കുഴച്ചുണ്ടാക്കിയ കട്ട എന്ന് പറയാൻ ഉണങ്ങി കഴിഞ്ഞ് അതിങ്ങനെ വെച്ച് കെട്ടി ഓല മേഞ്ഞ ഒരു കൂര ഉണ്ടാക്കി ഞങ്ങളെ അവിടെ കിടത്തി. ഞങ്ങളുടെ വല്യപ്പന്മാരൊക്കെ നല്ല ഭൗതികമായിട്ട് സമ്പത്തുള്ളവരായിരുന്നു. പക്ഷെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതായത് യേശുവിനെ അറിഞ്ഞ് പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് പോയതുകൊണ്ടാണ്. പക്ഷെ എൻ്റെ അമ്മ അതിലൊന്നും മാറിയില്ല. എൻ്റെ അപ്പൻ അത്ര വലിയ വിശ്വാസമൊന്നുമുള്ള ആളായിരുന്നില്ല. ഈ ഔവ്വ പഴം കൊടുത്തു ആദം കഴിച്ചു എന്ന് പറയുന്നത്. ഔവ്വ പഴം കൊടുത്തപ്പോൾ ആദം എന്ത് ചെയ്തു? കഴിച്ചു. അത് ദൈവത്തിന് സ്തോത്രം. അല്ലാതെ ആദത്തിന് പഴത്തിനോട് ഇഷ്ടമുണ്ടായിരുന്നു. ഔവ്വ കൊടുത്തോട് കഴിച്ച. അങ്ങനെ എൻ്റെ അപ്പനും എൻ്റെ അമ്മയുടെ കൂടെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഇടയായി. അങ്ങനെ ബാല്യപ്രായം മുതൽ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ ഞങ്ങൾ നിന്നെങ്കിലും പട്ടിണി ഒരുപാട് സഹിച്ചിട്ടുണ്ട്, കഷ്ടത ഒരുപാട് സഹിച്ചിട്ടുണ്ട്, അപമാനം ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ട് ഒരുപാട് സഹിച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് പഠിക്കാൻ അന്നൊക്കെ 2.25 രൂപ ഫീസ് കൊടുത്താൽ മതി സ്കൂളിൽ. അതുപോലും കൊടുക്കാനില്ലാതെ ബെഞ്ചിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയ ഒരു അനുഭവം എനിക്കുണ്ട്. പക്ഷെ അതൊന്നും പറയുന്നതിൽ എനിക്കൊരു നാണക്കേടുമില്ല. എല്ലാം കർത്താവിന്റെ നാമനിമിത്തമാകുകയാണ്. ഞാൻ ഓർക്കുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞ് കറിയുന്നത് കവിയാറുണ്ട്. ദൈവം കൈവിടുന്ന ദൈവമല്ല. എന്തുകൊണ്ട് യേശുവിനെ ഞങ്ങൾ ശ്രദ്ധിച്ചു എന്നാണ് ഈ പറയുന്നത്. ബാല്യപ്രായത്തിൽ കഴിക്കാൻ ആഹാരമില്ലാതെ, ധരിക്കാൻ വസ്ത്രമില്ലാതെ, കിടക്കാൻ വീടില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിയപ്പോ അവിടെ ഒന്നും കർത്താവിനെ തള്ളി പറയാതെ ഉറച്ചു നിന്നതുകൊണ്ട്. കാരണം അവനിൽ കണ്ടൊരു പ്രത്യേകതയുണ്ട്. അവൻ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക. അത് പറയുമ്പോൾ എന്റെ ഹൃദയം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾ മാറിപ്പോയില്ല, പിന്മാറിയില്ല. അവൻ സ്തോത്രം. മറ്റുള്ളവരുടെ സുഖങ്ങളും സൗകര്യങ്ങളും അവർക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളും ഒന്നും കണ്ട് നിരാശപ്പെട്ടില്ല. ഇത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുണ്ടോ ഓർത്തില്ല. അവൻ സ്തോത്രം. ഇറങ്ങിയത് വൃഥാവാന്ന് ചിന്തിച്ചില്ല. ഇന്ന് രാത്രി ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോ ഏതെങ്കിലും വ്യക്തികൾ ആ നിലയിൽ ഭാരം അനുഭവിക്കുന്നെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇറങ്ങിയത് വൃഥാവല്ല, നോക്കിയത് വൃഥാവല്ല. അവനെ ശ്രദ്ധിച്ചൊന്ന് നോക്ക്. അവനെ നോക്കിയവർ ആരും നിരാശരായിട്ടില്ല. ആത്മാവിലെ അറിയുന്ന ദൈവമക്കള് അവനെ തുറന്ന കർത്താവിനെ സ്തുതിച്ചാരാധിക്കുന്നു. അവൻ നല്ല ദൈവമാണ്. അവൻ ലക്ഷിപ്പിക്കാത്ത ദൈവമാണ്. പോകാത്ത ദൈവമാണ്. തലത്തിരിക്കുന്ന ദൈവമാണ്. അന്യവരെ പുലർത്താൻ കഴിവുള്ള ദൈവമാണ്. ഞങ്ങൾ ഈ നക്ഷത്രത്തെ കണ്ട് കിടന്നവരാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നക്ഷത്രത്തെ കണ്ട് കിടക്കാന്ന് പറഞ്ഞാൽ ഓലയൊക്കെ 2-3 വർഷമാകുമ്പോൾ ഉണങ്ങി പൊടിഞ്ഞ് സുഭാഷിന്റെ അമ്മയാണ് അല്ലേ. ആ അമ്മയൊക്കെ ഒത്തിരി കഷ്ടതയിലൂടെ വന്നു. ഇന്നലെ അവർ അനുഭവം പറയുമ്പോൾ ഞാൻ കണ്ണു നിറഞ്ഞു പോയി. 2-3 വർഷം ആകുമ്പോഴത്തേക്ക് ഈ ഓല കെട്ടാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ പാള എടുത്തു വെക്കും ഓലയാതിരിക്കാൻ. അപ്പൊ അവസാനം പാളയേ ഉള്ളൂ മേലോട്ട് നോക്കിയ. സ്വത്രം. ഞാനിവിടെ ഇല്ലായ്മ പറഞ്ഞ് നിങ്ങളെ ആരും ചെമ്പതി പിടിക്കാനൊന്നും അതല്ല കേട്ടോ. നിങ്ങൾ അങ്ങനൊന്നും ചിന്തിക്കരുത്. അങ്ങനെ കിടന്നപ്പോഴും കർത്താവിനെ തള്ളി പറയാതെ ദൈവം നല്ല ദൈവമാണ്. അത് രാമനും പകലിനും ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കി. എന്റെ ദൈവം നല്ല ദൈവമാണ്. കർത്താവ് നല്ല ദൈവമാണ്. ഒരിക്കലും കൈവിടാത്ത ദൈവമാണ്. അവൻ നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. കർത്താവിന്റെ കൃപയാൽ വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. സ്തോത്രം. ഇന്ന് തമ്പുരാന്റെ കൃപയാൽ എനിക്ക് ലഭിക്കാത്തതെല്ലാം എന്റെ തലമുറയ്ക്ക് ദൈവം ആർക്കെങ്കിലും കൊടുത്താൽ പോലെ. എനിക്ക് തന്നെ കിട്ടുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്റെ തലമുറകളെല്ലാം സ്തോത്രം. 2 മക്കളുണ്ട്. അവർ 2 പേരും സ്തോത്രം മെഡിക്കൽ ഡോക്ടർമാരായിട്ട് ഗ്രാജുവേറ്റ് ചെയ്ത്, ഒരാളെ ഗ്രാജുവേഷൻ വരാൻ പോവാ, ഒരാൾ ഗ്രാജുവേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നു. അവന്റെ വൈഫ് അവളും ഡോക്ടറാണ്. 2.25 രൂപ ഫീസ് കൊടുക്കാനില്ലാതെ ബെഞ്ചിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ ശ്രദ്ധിച്ചു നോക്കി, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. അതുകൊണ്ട് ദൈവം ലജ്ജിപ്പിച്ചില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. കർത്താവിന്റെ സ്തോത്രം. അവൻ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. അവൻ നമ്മുടെ ലജ്ജകളെ ഏറ്റെടുത്ത ദൈവമാണ്. നമ്മുടെ അപമാനങ്ങളെ അവൻ ചുമന്ന ദൈവമാണ്. നമ്മുടെ ഭാരങ്ങളെ അവൻ വഹിച്ച ദൈവമാണ്. നമ്മുടെ സങ്കടങ്ങളെ അവൻ ചുമന്ന ദൈവമാണ്.
ശ്രദ്ധിച്ചു നോക്കാം. സ്തോത്രം. ഒരു കുഴപ്പമില്ല. ആ ദൈവത്തിന് സ്തോത്രം. ഇഷ്ടംപോലെ ആഹാരമുണ്ട്. ഇഷ്ടം അല്ലേ? ഞാനിവിടെ വന്നപ്പോയിരുന്നു ഇങ്ങനെ താലപ്പൊടി കൊണ്ട് നിൽക്കുന്ന പോലെ ശുശ്രൂഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. പണ്ട് ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ ചിലർക്കൊക്കെ അതൊന്ന് ചിലരുടെ ഹൃദയത്തിലൊക്കെ അതൊരു വലിയ ഒരു സന്തോഷം നൽകും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങള് ഈ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഞാൻ വചനം പറയും. ഞാൻ വചനം പറയാൻ തയ്യാറായി വന്നിട്ടുണ്ട്. ഞാൻ അതിനെ പോകുന്നുള്ളൂ കേട്ടോ. സ്തോത്രം. ഈ ബാല്യപ്രായത്തില് അത് പട്ടിണിയുടെ മുമ്പാട് വന്ന സമയമാണ്. അപ്പൊ അന്നൊക്കെ ഈ ഞാൻ കഴിഞ്ഞിടയ്ക്ക് പുനലൂര് കൺവെൻഷനെ പ്രസംഗിച്ചപ്പോൾ എന്റെ സ്വന്തം നാട്ടിൽ ഞാനിത് പറഞ്ഞു. അമ്മ മേടിക്കുന്ന 1/2 കിലോ ഇറച്ചി മേടിക്കും. 1/2 കിലോ ഇറച്ചി. അന്നത്തെ പൈസ ഒന്നുമില്ല. എന്നിട്ട് കുറെ എല്ലു മേടിക്കും, കുറെ കിഴങ്ങ് മേടിക്കും. ഇതിലിത് കറി വെക്കും. വെച്ചിട്ട് ഞങ്ങളുടെ സഭയിലുള്ള പാസ്റ്റർക്ക് ചോറും ഇറച്ചി കപ്പ ഇതെല്ലാം കൂടെ ചെലവത്തിലാക്കി അടച്ച് ഞങ്ങളെ തന്നു വിടും. പാസ്റ്റർക്ക് കൊണ്ടുപോയി കൊടുത്ത് പാസ്റ്റർ കഴിച്ച് പാത്രവും മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചേക്കുന്ന ഈ പാസ്റ്റർമാരെ പോലെ തീറ്റപ്പൊതിയ ഭയങ്കര സംഭവമാണ്. ബാല്യം പ്രായമല്ലേ, 12 വയസ്സ് 12 വയസ്സിലൊക്കെ ഞങ്ങൾക്ക് തന്നു വിടും. ഞങ്ങൾ കൊണ്ട് കൊടുക്കും. ക്ലാസ് നിന്നതായി നോക്കി ആ ഒരു കാലം ഞങ്ങൾക്ക് ഉണ്ടാകും. പക്ഷെ ഇപ്പൊ എന്റെ ദൈവമക്കളെ ചെല്ലുന്ന വീട്ടിലൊക്കെ വിളമ്പി വെക്കും. അത് വേണ്ട, ഇത് വേണ്ട. കർത്താവിന് വേണ്ടി നിന്നാൽ ഒന്നും കുറയ്ക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ആരെയാണെന്നുള്ള ഒരു നല്ല ഉറപ്പുണ്ടായാൽ മതി. ഒരിക്കലും നിരാശപ്പെടാൻ ദൈവം അനുവദിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ കഷ്ടപ്പെടുകയല്ല. അറിയിക്കുന്നല്ലേ കർത്താവിന് ഭക്തം. ദൈവദാസന്മാരൊക്കെ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഒന്നും നിരാശപ്പെടരുത്. ആദരിക്കുന്ന ഒരു ദൈവം ഉണ്ടാകട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞു, യേശുവിനെ നോക്കാൻ പറഞ്ഞു. പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കാൻ പറഞ്ഞു. ഇന്ന് കർത്താവിന് സ്തോത്രം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവനെ ശ്രദ്ധിച്ചൊന്ന് നോക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എന്റെ ജീവിതത്തിൽ യേശുവിനെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? കർത്താവിന് സ്തോത്രം. സ്തോത്രം. നമ്മൾ നോക്കുവാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മറിയയുടെ ഉദരത്തിൽ ഉരുവായ ശേഷം സ്നാനമേറ്റ് പ്രവൃത്തി തുടങ്ങുന്ന കാലം മുതൽ വിഭിന്ന അഭിപ്രായങ്ങളായിരുന്നു യേശുവിനെ കുറിച്ചുള്ളത്. യഹൂദന്മാര് പറഞ്ഞു, അവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. അവൻ സ്തോത്രം ആ പുറജാതിക്കാരനെ പോലെ കണ്ടു, മാറ്റി നിർത്തി. തച്ചന്റെ മകൻ, മറിയയുടെ മകൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആക്ഷേപിക്കുമ്പോഴും കർത്താവിന് സ്തോത്രം യേശുവിനെ ശ്രദ്ധിക്കുവാനിടയായത് ഒരു സമൂഹം പറഞ്ഞു, പരീശന്മാരുടെ കൂട്ടവും അവിടെ റബ്ബിമാരുടെ കൂട്ടവും അല്ല, അധികാരമുള്ളവനായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അവൻ അതുകൊണ്ടല്ല അവൻ യേശുവിനെ ശ്രദ്ധിക്കേണ്ടത്. അവൻ കർത്താവിന് സ്തോത്രം ഗത്സമനയിൽ നിന്ന് പിടിച്ച് 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി വിസ്തരിച്ചിട്ട് അവൻ കർത്താവിന്റെ സ്തോത്രം ഒരു കുറ്റവും കാണുവാനില്ലെന്ന് അന്നത്തെ ജഡ്ജിയായിരുന്ന പീലാത്തോസ്, അന്ന് വിടുവിപ്പാൻ അധികാരമുള്ള പീലാത്തോസ്, അവന്റെ വാക്കുകൾ അങ്ങനെ തന്നെയാണ്. എനിക്ക് നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്ന് നിനക്ക് അറിയത്തില്ലേ? അങ്ങനെ അധികാരമുള്ള പീലാത്തോസ് അവൻ പറഞ്ഞു, ഈ നീതിമാനായവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഇന്ന് രാത്രി യേശുവിനെ ആരാധിപ്പാൻ, നസ്രയനായ കർത്താവിനെ ആരാധിപ്പാൻ ഈ ആലയത്തിനകത്ത് തലവണക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ആരാധിക്കുന്ന കർത്താവ് ഒരു കുറ്റവും അവനവനിൽ കാണുവാനില്ലാതെ അവൻ സർവാംഗ യോഗ്യനായ ദൈവമാ. നീ അവനെ ശ്രദ്ധിച്ചു നോക്കിയേ, അവനിൽ ഒരു കുറവും കാണാൻ കഴിയത്തില്ല. ഞാൻ ആരാധിക്കുന്നത് ആരെയാ? ഒരു കുറവുമില്ലാത്ത കർത്താവിനെ. എത്ര സന്തോഷമാ! അത്ര പെർഫെക്റ്റ് ആയ ഒരു ദൈവത്തെ നമുക്ക് അവൻ ആരാധിക്കാൻ ലഭിച്ചത് എത്ര ഭാഗ്യമാണ് അല്ലേ?
സ്തോത്രം, സ്തോത്രം. നമുക്ക് അപ്പം തരുന്നത് കൊണ്ടോ, വസ്ത്രം തരുന്നത് കൊണ്ടോ, ഭവനം തരുന്നത് കൊണ്ടോ, നന്മ തരുന്നത് കൊണ്ടോ അല്ല. മറിച്ച് ഞാൻ അവനെ ശ്രദ്ധിക്കുമ്പോ അവനിൽ ഒരു കുറവുമില്ല, അവനിൽ ഒരു കുറവുമില്ല. എനിക്ക് ആരാധനയ്ക്ക് യോഗ്യനായവനെ തന്നെയാ ഞാൻ ആരാധിക്കുന്നത്. എന്റെ ആരാധന വൃഥാവല്ല, അവൻ യോഗ്യനായവനെ തന്നെയാ. ഇന്ന് രാത്രി ആ ഹൃദയത്തിനകത്ത് ആ ബോധ്യം ഭരിക്കുന്നവർ എത്ര യോഗ്യനായവനെയാണ് ആരാധിക്കുന്നതെന്ന് ആ ബോധ്യമുള്ളവൻ ആധാരം തുറന്ന് ആ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കട്ടെ. എന്താണ് നിന്റെ പ്രിയത മറ്റു പ്രിയതേക്കാൾ വിശേഷത? എന്റെ കർത്താവിന്റെ ഏറ്റവും വലിയ വിശേഷത അവന്റെ രക്തത്തിന്റെ എന്റെ കർത്താവിന്റെ രക്തത്തിന്റെ പ്രത്യേകതയാണ് അവനെ പ്രത്യേകതയുള്ളവനാക്കുന്നത്. യേശുവിന്റെ രക്തം, അവൻ ഇന്ന് രാത്രി ആ രക്തമാണ്. അതിന്റെ വിലയാണ് ഞാൻ ഇരിക്കുന്നത്. മറ്റാർക്കും അവൻ വില കൊടുക്കുവാൻ കഴിയാതിരുന്ന, അവൻ സ്വന്തം ജീവൻ വിലയായി തന്ന ഒരുവനെ ഉള്ളൂ. അവൻ വത്സലനായ യേശു കർത്താവ്. അവനെ മറ്റുള്ളവരെക്കാൾ പ്രത്യേകത ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. യേശുവിന്റെ രക്തം, കർത്താവിന്റെ രക്തം നമ്മള് നിസ്സാരമായിട്ട് പഠിച്ചു പോകേണ്ട ഒരു ഭാഗമല്ല യേശുവിന്റെ രക്തം. സ്തോത്രം, സ്തോത്രം. ആ രക്തത്തിന്റെ പ്രത്യേകതകളുണ്ട്. സ്തോത്രം. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 20-22 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു ആ രക്തത്തിന്റെ പ്രത്യേകത. ഒന്ന് വായിച്ചേ. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ഒന്നിന്റെ 20 ഇങ്ങനെ നിലച്ചിരിക്കുക വായിക്കാം. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവളിൽ ഉത്പാദിതമായത് പുരുഷന്റെ ഇഷ്ടത്താലോ ജനത്തിന്റെ ഇഷ്ടത്താലോ അല്ല യേശു ഭൂമിയിൽ ജനിച്ചത്. സ്തോത്രം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എത്ര സന്തോഷമാണ്. ഞാൻ ആരാധിക്കുന്ന കർത്താവ്. ആമേൻ. സ്തോത്രം. അവൻ അവിടെ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം ഇതാണ്. എന്താ അവിടെ വായിക്കുന്നത്? കർത്താവിന് അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിലാകുന്നു. പരിശുദ്ധന്റെ ആത്മാവിൽ ഉത്പാദിതമായവനാണ് നാം ആരാധിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തു. ജനിച്ച ശേഷം ദൈവമായവനല്ല, അവൻ ദൈവമായിരുന്നവൻ മനുഷ്യനായി അവതരിക്കുകയായിരുന്നു. അനേകരും ജനിച്ച ശേഷം ദൈവങ്ങളായി മാറുമ്പോ അവനെ ആരാധിക്കുന്ന എന്റെ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ ജന്മം കൊണ്ട് അവൻ ജീവിതം കൊണ്ട് ദൈവമായവനല്ല. അവൻ ഉന്നതന്മാർക്കു മീതെ ഉന്നതനും അവർക്കു മീതെ അത്യുന്നതനുമായിരുന്നവൻ, പരിശുദ്ധനായിരുന്നവൻ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ എന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ദൂതന്മാരാൽ ആരാധ്യനായിരുന്നവൻ അവിടെ തന്നെ ഇരിക്കണമെന്നും വിചാരിക്കാതിരുന്നത് എന്തുകൊണ്ടാ? എന്നെ വിചാരിച്ചാൽ രാത്രി ആലയത്തിനകത്തിരിക്കുന്നവര് ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് അവൻ അവിടെ ഇരിക്കാൻ ഇവരേക്ക് വരുവാനിടയായത് അവൻ ഇരിക്കണമെന്ന് വിചാരിക്കാതിരുന്നത് എന്നെ വിചാരിച്ചാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്നെ വിചാരിച്ചാണ് അവൻ ഉന്നതം വെടിഞ്ഞത്. ഇന്ന് പകൽ ഹല്ലേലൂയ. നമ്മൾ ഈ താഴ്ചയിൽ നിന്ന് ഉന്നതയിലേക്ക് പോകാൻ
പോകാൻ വേണ്ടി അവനെ വിളിച്ച് ആരാധിക്കുമ്പോ അവൻ എന്നെ സ്നേഹിച്ചുകൊണ്ട് ഉന്നതം വെടിഞ്ഞ് താഴ്ചയിലേക്ക് വന്നവൻ. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ മനസ്സ് കാണിച്ച ദൈവത്തെ എങ്ങനെ ആരാധിച്ചാൽ മതിയാകും? അതെല്ലാം തുറന്നു കർത്താവിനെ സ്തുതിക്കാണ്ടേ. എന്നോന്നുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിടുന്നു. 1000 തൈലമതിയിലും 10,000 ആട്ടുകൊറ്റതിലും അവൻ പ്രസാദിക്കുമോ? എന്തെങ്കിലും കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പറ്റുമോ കർത്താവിനെ? ഇല്ലവേ ഇല്ല. സ്തോത്രം. എന്തെങ്കിലും കൊടുത്ത് സന്തോഷിപ്പിക്കാൻ ഒക്കുമോ? ഇല്ല. സ്തോത്രം, സ്തോത്രം. നമ്മൾ സ്വർഗത്തിലോട്ട് പോകാൻ വേണ്ടിയാണ് ഈ കടന്ന് പെടാപ്പാട് വിടുന്നത് മുഴുവൻ, ഇല്ലേ? നമുക്കൊക്കെ അറിയാൻ ചുളിവിലൊന്നും പോകാൻ പറ്റത്തുമില്ല. നമ്മുടെ വേഷപൂജാദികളൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോ പോകുന്നതാണ്. അങ്ങനൊന്നും പോവുക, വില കൊടുക്കാതെ പോവുക. സ്തോത്രം. നന്നായിട്ട് വില കൊടുത്തേ പോകാൻ പറ്റും. സ്തോത്രം. കേട്ടോ, ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും പറഞ്ഞല്ല, നന്നായിട്ട് വില കൊടുക്കണം. കർത്താവ് വരുന്നത് കറ, ചുളുക്കം, വാട്ടം, മാലിന്യം, ക്ഷയം ഇതൊന്നും ഇല്ലാത്ത ശുദ്ധയും നിഷ്കളങ്കയുമായ. നീ ഒന്ന് പറ, എവിടെയെങ്കിലും വാട്ടം പറ്റിയിട്ടുണ്ടോ? എവിടെയെങ്കിലും കറ പറ്റിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ചുളുക്കം പറ്റിയിട്ടുണ്ടോ? അയ്യോ, നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ചുളുങ്ങി പറഞ്ഞിരിക്കുക, ഇത് നമ്മൾ അങ്ങ് നടക്കുക. ഉള്ള കാര്യം ഞാൻ റിയലായിട്ട് പറയുക. നമ്മുടെ ആത്മീയ ജീവിതം ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ സഭായോഗങ്ങളിലേക്ക് വരുമ്പോ ഈ തമ്പിൽ പ്രശ്നം എടുക്കുന്ന ഒരു മിഷൻ ഉണ്ടല്ലോ ഈ വലിയ കമ്പനികളിലൊക്കെ, ബയോമെട്രിക്. ഞാൻ അതൊന്ന് പറയാൻ വേണ്ടി, അതുകൊണ്ട് കോളേജിന്റെ പ്രധാന മാതിരി വെച്ചേച്ച് കൈ വെച്ചേച്ച് ഇവൻ വിശുദ്ധൻ എന്ന് പറഞ്ഞ് കയറ്റിയാലേ എന്റെ പറഞ്ഞ് എത്ര പേര് തലയ്ക്കാത്തതാണ്. അങ്ങനെ ഒരു വിഷയം കണ്ടുപിടിക്കാത്തത് ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിച്ചാൽ ഈ ഏരിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൂക്ഷിക്കണം. താമസിക്കാതെ ഇതെങ്ങാണ്ട് കണ്ടുപിടിച്ചിട്ട് കൈ വെച്ചിട്ട് കത്തറിലോട്ട് ഇറങ്ങണമെങ്കിൽ കമ്പ്യൂട്ടർ പ്രശ്നം ഉണ്ട്, ബയോമെട്രിക് എടുക്കട്ടെ. ബൈബിള് വിട്ടു വീട്ടിലോട്ട് പറയും. അങ്ങനെ അത് വലിയ കഷ്ടപ്പാടായി പോകും. അങ്ങനെ ഒരു വിഷയം കണ്ടുപിടിക്കാൻ ദൈവം ആർക്കും ബുദ്ധി കൊടുക്കാതിരിക്കട്ടെ. കർത്താവിന്റെ ഓരോ കൂട്ടായ്മ പറയാതിരിക്കട്ടെ. വരുന്നത് കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമേശാത്ത, ശുദ്ധയും നിഷ്കളങ്കയുമായ സഭ. കേട്ടോ, അതെന്താ അങ്ങനെ പറയാൻ കാരണം? കർത്താവ് വന്നതും, ദൈവത്തിന് സ്തോത്രം, അവൻ കർത്താവിന്റെ രക്തം തന്നതും, ദൈവത്തിന് സ്തോത്രം, കലർപ്പില്ലാത്തതും. അതാണ് ഞാൻ ഈ തുടർന്നുള്ള പറയാൻ പോകുന്നത്. ദൈവം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്ന രക്തത്തിന്റെ ആ മാന്യത നമ്മളൊന്ന് അറിഞ്ഞാൽ ഇന്ന് രാത്രി നമ്മുടെ ആരാധനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടാകും. അവളിൽ ഉത്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അപ്പോ യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. അതുകൊണ്ടാണ് പിലാത്തോസ് കൈകഴുകിയത്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. വിധിക്കപ്പെടുമ്പോഴും ജഡ്ജി പറയുകയാണ്, ആ രക്തം നീതിമാന്റെ രക്തമാണ്. നമ്മുടെ ആരാധനയ്ക്കുള്ള ഒരു ഉത്സാഹം ഒന്ന് നോക്കിയേ. ഞാൻ ആരാധിക്കുന്ന കർത്താവ് ജനനം കൊണ്ടും നീതിമാനാ, മരണത്തോട് അടുക്കുമ്പോഴും നീതിമാനാ. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, ആരെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? അവൻ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നു, പാപമറിയാത്തവരെ അവനിൽ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്. ഇന്ന് രാത്രി ഓർക്കുക, പരിശുദ്ധ രക്തത്തിന്റെ ഉടമയാണ് ഞാൻ ആരാധിക്കുന്നു എന്റെ യേശു കർത്താവ്. ഒരു
ആരാധിക്കുകയില്ല. ഞാൻ അബദ്ധം പറ്റി ആരാധിക്കുകയല്ല. എന്റെ കർത്താവിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യം ബൈബിൾ തന്നിട്ടുണ്ട്. വചനത്തിന്റെ വെളിപ്പാട് എനിക്ക് തന്നിട്ടുണ്ട്. യേശുവിന്റെ രക്തം അത് പരിശുദ്ധ രക്തമാണ്. ആ രക്തത്തിന്റെ വിലയാണ് ഞാനെന്ന് ഇന്ന് രാത്രി അറിയുന്ന ദൈവമക്കള് അബദ്ധത്തിലല്ല. ആ രക്തത്തിന്റെ വിലയായി അവൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ ആത്മാവിനെ കർത്താവിനെ സ്തുതിക്കാനായിരിക്കെ ഇത്ര ശ്രേഷ്ഠമേറിയ ഒരു പദവി കർത്താവിന് സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും, അവൻ ശകലം പാപമല്ല സകല പാപവും. സ്തോത്രം. ആ രക്തത്തിന്റെ ശക്തി ഒന്ന് നോക്കിയേ. നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിപ്പാൻ കഴിവുള്ള നിർമ്മലമായ രക്തത്തിന്റെ ഉടമയാണ്. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എന്നെ യേശുവിൽ കാണുവാൻ ഇടയായിരുന്ന ഹൃദയത്തിനകത്ത് ഉറപ്പുള്ള ദൈവമക്കള് അവൻ കർത്താവിനെ സ്തുതിച്ചാരാധിക്കട്ടെ. എന്റെ പാപങ്ങളെ ശുദ്ധീകരിപ്പാൻ, എന്റെ അകൃത്യങ്ങളെ മോചിക്കുവാൻ അവൻ അവന്റെ രക്തം എനിക്ക് മതിയായതാണ്. സ്തോത്രം, സ്തോത്രം. ഒന്ന്, അത് പരിശുദ്ധ രക്തമാണ്. ആമേൻ. യേശുവിന്റെ രക്തം എന്തോ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ മന്ന പൊടിയുന്നതൊക്കെ ഒന്ന് വിട്ടേച്ച്, എരികോ വീഴുന്നതൊക്കെ ഒന്ന് വിട്ടേച്ച് നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് എന്തുവാണ്? ഹല്ലേലൂയ. നസ്രായനായ യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. ഹല്ലേലൂയ. അവൻ എന്നെ, അവൻ പാപങ്ങളെ, എന്റെ പാപങ്ങളെ കഴുകി മോചിച്ചിരിക്കുന്നത് അവൻ പുണ്യാള രക്തത്താലാണ്. യേശുവിന്റെ രക്തത്താലാണ് ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഇബ്രാഹിം 9-ാം അധ്യായത്തിന്റെ കർത്താവിന്റെ സ്തോത്രം അതിന്റെ 14-ാമത്തെ 13-14 വാക്യങ്ങളൊന്ന് വായിച്ചേ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ആരാധിക്കുന്ന കർത്താവിന്റെ രക്തത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന് തന്നെത്താൻ ആരുടെയും പ്രേരണയല്ല, ആരുടെയും ഇൻസ്പിറേഷനിലല്ല, ആരുടെയും നിർബന്ധത്തിലല്ല, എനിക്ക് വേണ്ടി സ്വയം ഒഴുക്കുവാൻ തയ്യാറായ യേശുവിന്റെ രക്തം. ആ രക്തത്തിന്റെ വിലയറിയുന്ന ദൈവമക്കള്, ആ രക്തത്തിന്റെ വിലയായിരിക്കുന്ന ദൈവമക്കള് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാനായിരിക്കണം. നിഷ്കളങ്കനായ രക്തം, നിഷ്കളങ്കന്റെ രക്തം, കളങ്കമില്ലാത്തവന്റെ രക്തമാ എന്റെ കളങ്കങ്ങളെ പോക്കിയത്. ഞാൻ ശുദ്ധനായി തീരുവാൻ, ഞാൻ മാന്യനായി തീരുവാൻ കർത്താവിന് സ്തോത്രം. ഒഴുക്കപ്പെട്ട രക്തം എന്ന് പറയുന്നത് അവൻ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി. യേശുവിന്റെ രക്തത്തിന്റെ 3-ാമത്തെ പ്രത്യേകത എന്തുവാ? അമ്മേ, നമ്മുടെ ശരീരത്തെ മാത്രമല്ല, നമ്മുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. സ്തോത്രം, സ്തോത്രം. പുറമേ മാത്രമല്ല, അകമേ ശുദ്ധീകരിപ്പാൻ കഴിവുള്ള രക്തം. ഇതുപോലെ വിലയുള്ള ഒരു രക്തം ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ദൈവങ്ങളെന്ന് പറയുന്നവർ ഒഴുക്കിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. കാൽവരി ക്രൂശിൽ 3 ആണികളിന്മേൽ നസ്രയനായ യേശുവല്ലാതെ ഇതുപോലെ പ്രശംസിപ്പാൻ, ഇതുപോലെ ഉയർത്തുവാൻ പറ്റിയ ഒരു നാമം വേറെ ഉണ്ടോ? പാപമറിയാത്തവനെ അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്
എന്റെ പ്രിയ സ്നേഹിത, അവൻ നീ ശുദ്ധനായി തീരുവാൻ, നീ നിഷ്കളങ്കനായി തീരുവാൻ, നിന്റെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കുവാൻ, അവൻ പാപം അറിയാത്തവൻ നിന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ആ രക്തം നിനക്ക് വേണ്ടി ഒഴുകിയത് അവൻ ശ്രദ്ധിച്ചു നോക്കാം. എന്നിട്ട് അവനെ ആരാധിക്കേ, എന്നിട്ട് അവനെ ആരാധിക്കേ. അപ്പം തന്നത് കൊണ്ടല്ല, വീട് തന്നത് കൊണ്ടല്ല, ജോലി തന്നത് കൊണ്ടല്ല, കാറ് തന്നത് കൊണ്ടല്ല, പണം തന്നത് കൊണ്ടല്ല, അവൻ സൗന്ദര്യം തന്നത് കൊണ്ടല്ല, കുടുംബം തന്നത് കൊണ്ടല്ല, എന്റെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുവാൻ ഇവയ്ക്കൊന്നിനും കഴിയാതിരുന്നപ്പോ യേശുവിന്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചെങ്കിൽ ആ രക്തത്തിന്റെ വിലകളായിരിക്കുന്ന ദൈവമക്കൾ അബ്രഹാമിൻ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക. ആ യേശുവിന്റെ രക്തം ഇന്ന് രാത്രിയിൽ രക്തത്തിന്റെ വിടുതലൂടെ വ്യാപരിക്കട്ടെ, ആ സൗഖ്യങ്ങളുടെ വ്യാപരിക്കട്ടെ, ആ സന്തോഷങ്ങളുടെ വ്യാപരിക്കട്ടെ. In the name of Jesus. പാപത്തിന്റെ പരിഹാരത്തിന് ഒരു പ്രവൃത്തിയും തികയാതിരുന്നപ്പോ ഒരു പ്രവൃത്തി കൊണ്ട് കേട്ടോ, സ്തോത്രം, മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം ദുർബലപ്പെട്ടു നിന്നപ്പോ ദൈവത്തിന് സ്തോത്രം. അല്ലെ ഞാൻ പറഞ്ഞതുപോലെ ഭീതിയിൽ കഴിയുമ്പോ ഭീതി അകറ്റാൻ ഇറങ്ങി വന്നവന്റെ രക്തം നമ്മുടെ മനസാക്ഷിയുടെ നമ്മുടെ മനസാക്ഷി ഇപ്പൊ എങ്ങനെയുള്ളതാ? നിർവിചാരികരായിട്ടല്ല, ആത്മാവിൽ സന്തോഷിക്കുന്നവരായിട്ടാണ് ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. ഒരു നിരാശയും നമുക്കില്ല, അവൻ ഒരു സങ്കടവും നമുക്കില്ല, അവൻ ഒരു ദുഃഖവും നമുക്കില്ല. നമ്മുടെ സകല സങ്കടങ്ങളെയും തീർത്തവനെ ആരാധിക്കുന്നത്. അവന്റെ രക്തമാണ് എന്നെ ശുദ്ധീകരിച്ചത്, അവന്റെ രക്തമാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയത്. യേശുവിന്റെ രക്തം അത് വിലയേറിയ രക്തമാണ്. നിത്യ നിയമത്തിന്റെ രക്തമെന്നാണ് അവൻ എബ്രായ ലേഖനം 13:20 വാക്യത്തിൽ ഒന്ന് വായിച്ചാട്ട്, നിത്യ നിയമത്തിന്റെ രക്തം. കേട്ടോ, സ്തോത്രം. എങ്ങനെയാണ് വായിക്കുന്നത്? നിത്യ നിയമത്തിന്റെ രക്തത്താൽ. അപ്പൊ ഈ രക്തത്തിന്റെ ഒരു പ്രത്യേകത എന്തുവാ? എന്നും നിൽക്കുന്ന നിയമം. സ്തോത്രം. പാപത്തിന്റെ പരിഹാരം ഇന്നും ജനിച്ചു വീഴുന്ന ഒരു ശിശുവിന്റെ വരെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ തലയോടിടമെന്ന സ്ഥലത്ത് ഗോൽഗോഥാ മലമുകളിൽ പീലാത്തോസിന്റെ അരമന മുതൽ തലയോടിടമെന്ന സ്ഥലത്ത് മാമൻ ഗോൽഗോഥാ മലമുകളിൽ ക്രൂശിന്മേൽ മൂന്നാണികളിൽ തൂങ്ങപ്പെട്ടവന്റെ രക്തം നിത്യ നിയമത്തിന്റെ രക്തമോ. ആ രക്തത്തിലൂടെ അല്ലാതെ പാപമോചനം ഇല്ല. മനുഷ്യന്റെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി ചൊരിയപ്പെട്ട ഏക രക്തം, അവൻ ശുദ്ധിയുള്ള രക്തം, അവൻ നിത്യ നിയമത്തിന്റെ രക്തം. അവൻ കർത്താവിന് സ്തോത്രമുണ്ടാകട്ടെ. എന്നെ വീണ്ടെടുത്തിരിക്കുന്ന രക്തം അത് നിത്യ നിയമത്തിന്റെ രക്തത്താലാണ് എന്ന് ബോധ്യമുള്ളവന് അവരെ തുറന്നു കർത്താവെ സ്തുതിക്കാനാവില്ല. ഒരു പ്രസംഗമല്ല സ്നേഹിത, ഇത് ജീവിതത്തിന്റെ സത്യമാണ്. യേശുവിന്റെ രക്തത്തിന്റെ വിലയറിയുന്ന ദൈവമക്കളെ അതെല്ലാം തുറന്നു കർത്താവെ സ്തുതിക്കാനാവില്ല. ഇത് നിത്യ നിയമത്തിന്റെ രക്തമാണ്. നിത്യ നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞാൽ ഇനി വേറൊരു രക്തമില്ല. ആ രക്തത്താലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധന്റെ രക്തം. അവൻ സ്തോത്രം. നിർജീവ പ്രവർത്തികളെ പോക്കാൻ ശക്തിയുള്ള രക്തം. നിത്യ
യേശുവിന്റെ രക്തം. ഇതെല്ലാം യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകതയാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം, ഈ പുറപ്പാട് പുസ്തകത്തില് ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ മുൻപ് യാബീബ് മാസം 14-ാം തീയതി അവർ സൂക്ഷിച്ച ആട്ടുകൊറ്റനെ അറുത്ത് കട്ടിലക്കാലിന്മേലും കുറുമ്പടിമേലും രക്തമടയാളമായി പുരട്ടി. അന്ന് രാത്രി സംഹാരകൻ ഇസ്രായേൽ കൂടാരങ്ങളെ ഒഴിഞ്ഞുപോയി. എന്നാൽ മിശ്രൈമ കൂടാരങ്ങളെ കടന്നു എന്ന് സകല ആദ്യജാതന്മാരെയും നശിപ്പിച്ചു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആ പുരട്ടപ്പെട്ട രക്തം ആട്ടുകൊറ്റന്റെ രക്തമാണെങ്കിൽ, ആട്ടുകൊറ്റന്റെ രക്തം നിയമപ്രകാരം പുരട്ടപ്പെട്ടപ്പോൾ ഇത്രയും ശക്തിയുണ്ടെങ്കിൽ, എന്നിൽ നിന്നെ മുദ്രയിട്ടിരിക്കുന്ന രക്തത്തിന്റെ ഒരു സംഹാരകനും നിന്നോട് അടുക്കത്തില്ല, ഒരു ദുഷ്ടനും നിന്നെ തുറത്തില്ല, ഒരു അനാദികാരവും നിനക്ക് ഫലിക്കത്തില്ല, ഒരു ലക്ഷണവിദ്യയും നിന്നോട് അടുക്കത്തില്ല. ഇന്ന് വളർന്നാലും ഈ രാത്രി ആ ഭയങ്ങളൊക്കെ മാറി ദൈവത്തെ ആരാധിക്കട്ടെ. ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കത്തില്ല, ഒരർത്ഥവും നിനക്ക് ഫലിക്കയില്ല. കാരണം നീ ധരിക്കപ്പെട്ടിരിക്കുന്നത്, നീ വിലക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നത് അവൻ കുഞ്ഞാടിന്റെ വിലയേറിയ യേശു കർത്താവിന്റെ വിലപ്പെട്ട രക്തത്താണ്. അറുക്കപ്പെട്ട ആടിന്റെ രക്തത്തിന് അത്രയും ശക്തി ഉണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മൾ എന്തിനാ പേടിക്കുന്നത്? വലുത്തുപോക്കിനെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ആവിചാരത്തെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ലക്ഷണവിദ്യയെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? പോരാട്ടത്തെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്തിനാ പേടിക്കുന്നത്? യുവങ്ങളെല്ലാം അവരുടെ സമയം കളയുന്നത് ഒരു 50% ആൾക്കാർ, എല്ലാവരും ഒന്നും ഞാൻ പറയത്തില്ല, ഒരു 50% ആൾക്കാരും ഞെട്ടി പറച്ചുകൊണ്ടിരിക്കുന്ന പോരാട്ടമാണ്, ശത്രുവിന്റെ പോര്. എന്റെ പൊന്നെ, നിന്നെ തൊടുന്നവൻ നിന്റെ കൺമണിയെ തൊടുന്നവൻ. അതല്ലയോ വചനം? എന്തിനാ പേടിക്കുന്നേ? എന്തിനാ പേടിക്കുന്നേ? അലറുന്ന സിംഹം അതിന്റെ വായടക്കുന്നവന്റെ രക്തമായി എന്നെ സ്തോത്രം. കവിഞ്ഞൊഴുകുന്ന നദിയിൽ പൊക്കിയെടുക്കുന്നവന്റെ രക്തമായി എരിയുന്ന തീയിൽ ദഹിച്ചു പോകാതെ നിലനിർത്തുന്നവന്റെ രക്തമാണ് എന്നെ പൊതിഞ്ഞിരിക്കുന്നത്. ആ ബോധ്യമുള്ളവർ ദൈവത്തെ ആരാധിക്കുക. അടുക്കത്തില്ല, ഒരർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല. അടങ്ങിയിരിക്കുക, എന്നെ മൂടിയിരിക്കുന്നത്, എന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നത് യേശുവിന്റെ രക്തത്താണ്. ഈ സമാഗമന കൂടാരത്തിലേക്ക് ഉപകരണങ്ങൾ ഉണ്ടാക്കി. അത് ഉണ്ടാക്കിയത് ഖദിരമരം കൊണ്ടാണ്. ഒരുപാട് റഫായിരിക്കുന്ന ഒരു വുഡാണ് ഖദിര മരം. അതിനെ കൊണ്ട് ഉണ്ടാക്കി ആ ഉപകരണം ഉണ്ടാക്കിയിട്ട് തങ്കം കൊണ്ടങ്ങ് പൊതിഞ്ഞു. തങ്കം കൊണ്ട് പൊതിഞ്ഞ് കഴിഞ്ഞിട്ടും അതിന് വിശേഷതയുള്ളതായില്ല. എന്നിട്ട് ആലയത്തിലേക്ക് എടുത്തു വെക്കുന്നതിന് മുമ്പ് വിശേഷ തൈലം തളിച്ച് അതിനെ ശുദ്ധീകരിച്ചു. പിന്നെ അതിന്റെ മേൽ വസിച്ചത് കതിരമതത്തിന്റെ സ്വഭാവമല്ല, തങ്കത്തിന്റെ സ്വഭാവമല്ല, തളിക്കപ്പെട്ട വിശേഷ തൈലത്തിന്റെ സ്വഭാവമാണ്. അതിന്റെ അഭിഷേകം അതിനെ നിലനിർത്തുന്നത്. അവൻ ആ പെട്ടകത്തിൽ വ്യാപരിക്കുന്നത്. അതിൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന തൈലത്തിന്റെ ശക്തിയാൽ അത് ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ അതിൽ അധിവസിക്കുന്നവന്റെ സാന്നിധ്യം കൊണ്ട് പാളയം നടുങ്ങുവാനിടയായെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അവൻ നീ പൊതിയപ്പെട്ടിരിക്കുന്നത്, നീ കരുതപ്പെട്ടിരിക്കുന്നത്, നീ വിലക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നത് ഒന്ന് വെള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല.
ശ്രദ്ധിച്ചൊന്ന് നോക്ക്. ആ രക്തത്തിന്റെ ശക്തി. കർത്താവിന് സ്തോത്രം. ഇബ്രായലേഖനം 12:24. ആ രക്തത്തിന്റെ പ്രത്യേകത, യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാവേലിന്റെ രക്തത്തെക്കാൾ ആ രക്തത്തിന്റെ പ്രത്യേകത എന്താ? യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്താ? അത് പുണ്യാഹ രക്തമോ. ഹാവേലിന്റെ രക്തത്തെക്കാൾ എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കാൻ കഴിയുന്ന യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ യേശുവിന്റെ ജീവൻ. നോക്കുക, പിതാവിന്റെ വലതു ഭാഗത്ത് ഇന്ന് കർത്താവ് ഇരിക്കുക. എന്നിട്ട് എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുക. അപ്പൊ യേശുവിന്റെ രക്തം നിശ്ചലമായതല്ല, ഇന്നും സംസാരിക്കുന്ന രക്തമാണ്. ശ്രദ്ധിച്ചു നോക്കേ. നിന്റെ വിഷയങ്ങളെ പിതാവിനോട് അറിയിക്കുന്ന ഒരു മധ്യസ്ഥൻ നിനക്കുണ്ട്. നിന്റെ ഭാരങ്ങളെ പിതാവിനോട് അറിയിക്കുന്ന ഒരു മധ്യസ്ഥൻ നിനക്കുണ്ട്. നിന്റെ വേദനകളെ അവൻ പിതാവിനോട് അറിയിക്കുന്ന ഒരു മധ്യസ്ഥൻ നിനക്കുണ്ട്. നിന്റെ സങ്കടങ്ങളെ പിതാവിനോട് അറിയിക്കുന്ന ഒരു മീഡിയേറ്റർ നിനക്കുണ്ട്. ഹല്ലേലൂയ. ആത്മാവിൽ അറിയുന്ന ദൈവമക്കളെ ആ ഭാരങ്ങൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിന്റെ രോഗങ്ങളെ അവനോട് അറിയിക്കുക. നിന്റെ വിഷയങ്ങളെ അവനോട് അറിയിക്കുക. നിന്റെ സങ്കടങ്ങളെ അവനോട് അറിയിക്കുക. അവൻ അടങ്ങിയിരിക്കുന്ന കർത്താവല്ല. നിരന്തരം സംസാരിക്കുക അല്ലേ? നിങ്ങള് അത്രയും ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. യേശുവിന്റെ രക്തം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുക? സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ 13-ാം അധ്യായത്തിന്റെ ആ വാക്യം നമ്മളെ വളരെ, 12-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമ്മളെ വളരെ ഉത്സാഹിപ്പിക്കണം. എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മധ്യസ്ഥനുണ്ട്. എല്ലാവരും എന്നെ തള്ളി പറയുമ്പോ എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മധ്യസ്ഥനുണ്ട്. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായിരിക്കാം, നിന്റെ ഭവനത്തിലായിരിക്കാം, നിന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലായിരിക്കാം, നിന്റെ സഹോദരങ്ങളുടെ മുമ്പിലായിരിക്കാം, നിന്റെ സുഹൃത്തുക്കളുടെ മുമ്പിലായിരിക്കാം. എല്ലാവരും നിന്നെ മാറ്റി നിർത്തുമ്പോ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവനുണ്ട്. അവൻ നിനക്ക് വേണ്ടി വാദിക്കുന്ന കർത്താവാകയാൽ ഇന്ന് പകൽക്കാലം യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കേ. നീ ഒറ്റയ്ക്കല്ല. അവൻ നീ ഒറ്റയ്ക്കല്ല, നീ ഏകനല്ല. അവൻ നീ വെറുതെ അവൻ സ്വന്തം അറിയാൻ തിരിഞ്ഞാലെ വിട്ടവനല്ലവൻ. അവൻ നിന്നോട് കൂടെ ഉണ്ട്. അവൻ ഓരോ സെക്കൻഡ് നിനക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് അവൻ മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് ഏതാണെന്നറിയാമോ? ഹാവേലിന്റെ രക്തത്തെക്കാൾ എനിക്ക് വേണ്ടി ഗുണമായി സംസാരിക്കുന്ന രക്തം. എന്റെ ഉയരെ എന്തു കൊടുത്താൽ നീകാ ചോദിക്കുന്ന എന്തോന്ന് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലേണ്ടു എന്ന് ഓർപ്പിച്ച വാക്യമാണ്. എന്തോന്ന് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിടേണ്ടു. 1000 തൈല നദികളോ 10,000 ആറ്റുകൊറ്റനിലോ ദൈവം പ്രസാദിക്കുമോ? എന്റെ പാപങ്ങൾക്ക് വേണ്ടി എന്റെ ആദ്യ യാതനയെ ഞാൻ യാഗമായി അർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കുമോ? ഇല്ല. അവിടെയാണ് എനിക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുള്ളത്. 10,000 ആറ്റുകൊറ്റനിലേക്കാൾ ദൈവത്തിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ വാദിക്കുന്ന, ഞാൻ മയങ്ങുമ്പോഴും മയങ്ങാതെ വാദിക്കുന്ന, അവൻ സ്തോത്രം എന്റെ കാലടികളെ ശ്രദ്ധിച്ചു നോക്കുന്ന, എന്റെ കരം പിടിച്ച് നടത്തുന്ന ഒരു ഉടമസ്ഥൻ എനിക്ക് വേണ്ടി ഉണ്ട്. ആ ബോധ്യമുള്ളവന്, ആ ധൈര്യമുള്ളവന്, ആ ഫലം തുറന്നവനെ സ്തുതിക്ക്. യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവൻ കരുവിട്ട് കളയുന്ന ദൈവമല്ല, നിനക്ക് വേണ്ടി വാദിക്കുന്ന ദൈവമാണ്. പലതും ചെയ്യുമ്പോ വെട്ടിക്കളയട്ടെ എന്ന് ചോദിക്കുമ്പോ
അവിടെ വാദിക്കുന്ന ഒരാൾ പറയാം, വെട്ടല്ലേ. അവൻ അബദ്ധത്തിൽ കള്ളം പറഞ്ഞു പോയതാ, അവൻ അബദ്ധത്തിൽ അശുദ്ധിപ്പെട്ടു പോയതാ, അവൻ എന്റെ രക്തത്തിന്റെ വിലയാ. വെട്ടല്ലേ. ഞാനും നീയും ഇന്നുപടി ആരോഗ്യത്തോടെ ഇരിക്കുന്നത് അങ്ങനെ വാദിച്ചൊരു രക്തം അവൻ പിതാവിന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ടാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ആരാധിക്കുക. എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവനുണ്ട്. ഇന്ന് രാത്രി ജനത്തിന്റെ ആത്മാവിന്റെ വിടുതൽ അതിന്റെ സജീവന വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തം ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ സഭയിലേക്ക് എത്രയോ പേർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുത്തു മാറ്റി നിർത്തിയിട്ടുണ്ട് അല്ലേ? അത് പ്രത്യക്ഷമായി ചെയ്തതുകൊണ്ടാണ്. രഹസ്യമായി ചെയ്തതെല്ലാം കൂടെ ദൈവം നോക്കിയിരുന്നെങ്കിൽ നമ്മളെ എല്ലാം അച്ചടക്ക നടപടി എടുത്ത് പുറത്താക്കേണ്ട സമയം എന്തേ? അച്ചടക്ക നടപടിക്ക് സമയം കാണും. രാവിലെ ന്യായവിസ്താരത്തിൽ കയറി എന്നിട്ട് വാദിക്കാൻ ഒരാളില്ലായിരുന്നെങ്കിൽ ഓരോ ചീട്ടടിച്ച് നമ്മൾ ഈ അമേരിക്കൻ കോൺസുലേറ്റിൽ ചെന്നപ്പോൾ എനിക്ക് 3 പ്രാവശ്യം ഒരു പേപ്പർ, ആ പേപ്പർ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. എല്ലാത്തിലും എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് ടൈം. ഇനി ഏത് ടൈമാണെന്ന് എനിക്കറിയാം. അത് ആരോഗ്യ നോക്കിയതാണ്. രാവിലെ ഒരു കള്ളം പറഞ്ഞതിന് നോട്ടീസ് അടിച്ചു തരിക എന്നെങ്കിൽ നോട്ടീസ് അടിക്കാനേ സമയം. മുതൽ കിടക്കുന്നവരെ സത്യം പറയുന്ന ആരെയും ഞാനെനിക്ക് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്ക് പച്ചയായ കാര്യം പറയാം. അപ്പൊ ടി വി നല്ലൊരു വാർത്ത ന്യൂസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു പാസ്റ്റർ വിളിച്ചു. ഹലോ അതെ, എവിടാ? എനിക്കത് ഈ വാർത്ത നിർത്താൻ പറ്റത്തില്ല, കേൾക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു വീട്ടിലിരിക്കുക. ഞാൻ പിന്നെ വിളിക്കുക. ഞാൻ ഒരു വീട്ടിലിരിക്കുക. ഉപദേശമാരുടെ അടുത്തേക്ക് എനിക്ക് അങ്ങനെ 100 മിടുക്കന്മാരെ കൈകാര്യം ചെയ്യണമെങ്കിൽ 101 മിടുക്കന്മാരെ 100 മിടുക്കന്മാരെ കൈകാര്യം ചെയ്യണമെങ്കിൽ 101 മിടുക്കത്തരം പഠിച്ചവരാണ്. ഈ പാസ്റ്റർ സെക്കൻഡുകൾക്കാണ് വീണ്ടും വിളിച്ചു. ഹലോ പാസ്റ്റർ വീട്ടിലാണോ ഇരിക്കുന്നത്? എന്നെക്കാളും മനസ്സിലായോ? ശരിയാ പറഞ്ഞല്ല, യാഥാർത്ഥ്യം പറഞ്ഞ നമ്മളൊക്കെ അവസരത്തിനൊത്ത് കള്ളമല്ലാതെ കള്ളം നോട്ടീസ് അടിച്ചു തരാനാണ് സമയമാണ്. നോട്ടീസ് എഴുതാൻ തുടങ്ങാം, ഭൂതനെ കൊണ്ട് എഴുതാൻ തുടങ്ങാം. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ ഈ മലയാളി പ്രവചനത്തിൽ ഇങ്ങനെയുണ്ട്, ജ്ഞാപക പുസ്തകം അല്ലേ, സ്മരണ പുസ്തകം. അപ്പൊ ഇതും കൊടുത്ത ദൂതനെ പേരെയും കൊടുത്ത് വിട്ടേക്കുക. ചിലരുടെ കൂടെ നടന്ന് കിടന്ന് എഴുതി എന്റെ കൈയും കഴിച്ചു ബുക്കും തീർത്ത് പേരെ ഇനി ഞാൻ എഴുതുന്ന പരിപാടി ദൂതനെങ്കിലും ഒരു നാണം കിട്ടി. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ഒരു രക്തം ഇരുന്ന് സംസാരിക്കുക. ആ രക്തം സംസാരിക്കുന്നത് ഗുണകരമായിട്ടാണ്. ചോദിക്കുമ്പോ അരിതെന്ന് പറയുന്ന ഒരു രക്തം, അതാ യേശുവിന്റെ രക്തം. അതുകൊണ്ടാണ് നമ്മളിവിടെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്തോഷത്തോടെ ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കുക. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കുക. ഇത്രയും എന്നെ സ്നേഹിക്കുന്നത്
കൊടുക്കാനാണ് ദൈവവചനം പറയുന്നത്. യേശുവിന്റെ രക്തമില്ലായിരുന്നെങ്കിൽ ജോസഫ് പാസ് നല്ല ജോലിയുള്ള ദൈവനാഥൻ പറയാം അയ്യോ എന്റെയൊക്കെ കാര്യം ആടിനെ മേടിച്ച് ഉപ്പാട് ഭാഗ്യവാന്മാരാ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് സങ്കടം പറയുക. സഹോദരനെ നിസാരാന്ന് പറഞ്ഞാൽ കൊലപാതകനാ. കൊലപാതകനെ എന്താ വീഴുന്നേ? ന്യായപ്രമാണ പുസ്തകം മേടിക്കണം, കുറച്ചു പോകും. എന്ത് ഭാഗ്യവാന്മാരാന്നറിയാം. സ്വോത്രം 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 സ്വോത്രം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന രക്തം, നിന്നെ കുറ്റപ്പെടുത്താത്ത രക്തം, നിന്നെ ഒറ്റപ്പെടുത്താത്ത രക്തം, നിന്നെ അപമാനിക്കാത്ത രക്തം, നിന്നെ മാറ്റി നിർത്താത്ത രക്തം, നിന്നെ ചേർത്ത് നിർത്തുന്ന രക്തം, നിന്നെ മാനിക്കുന്ന രക്തം, നിന്നെ സ്നേഹിക്കുന്ന രക്തം. യേശുവിന്റെ രക്തമെന്ന നിന്നെ മാനിക്കുന്ന രക്തമോ, നിന്നെ സ്നേഹിക്കുന്ന രക്തമോ, നിന്നെ ആദരിക്കുന്ന രക്തമോ. അവനെ അപമാനിക്കുന്നവരല്ല. ശ്രദ്ധിച്ചു നോക്ക്. നമ്മൾ മാനിക്കുന്ന രക്തമാണ്. നമ്മുടെ കുറവുകളെ ഓർക്കാതെ ഇതിനൊരു തെളിവാണ്. ഒരിക്കൽ പത്രോസ് പറഞ്ഞു, 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. 3 പ്രാവശ്യം ഉയർത്തെഴുന്നേറ്റ കർത്താവ് അതിരാവിലെ ചെല്ലുമ്പോ പടക്കി വലയും എടുത്തു വീശുന്ന പത്രോസിനെ കണ്ടിട്ട് പത്രോസിനോട് ചോദിച്ചു, കൊണ്ടുപോകാൻ വല്ലതുമുണ്ടോ? ഞാനെങ്ങാനുമായിരുന്നേ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ ആദ്യം പിടിച്ച് പെടലിക്ക് അടി കൊടുക്കുന്ന പത്രോസിനെ. എന്ന് വെച്ചാൽ തള്ളിപ്പറയുക മാത്രമല്ല, പ്രാകാരം തുടങ്ങി. നമ്മള് തള്ളിപ്പറയാറുണ്ട് അല്ലേ, അവസരത്തിനൊത്ത്. സ്തോത്രം. പത്രോസ് 3 പ്രാവശ്യം തള്ളിയുണ്ടെങ്കിൽ നമ്മൾ ആയുഷ്കാലത്തിൽ എത്രയോ പ്രാവശ്യം. ഞാൻ വലിയ ഇമേജ് സൂക്ഷിച്ച് പറയുന്നതൊന്നുമല്ല, റിയാലിറ്റി പറയുന്ന. നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഞാനൊരു ദൈവവൈദ്യനായിരുന്നു എന്നുള്ള ബോധം വിട്ടുപോകുന്ന അവസരങ്ങൾ, ആ അവസരങ്ങളെയാണ് തള്ളിപ്പറയുക എന്ന് പറയുന്നത്. ഞാൻ ആരാണെന്നുള്ള ബോധം നഷ്ടപ്പെടുന്ന അവസരം. അങ്ങനെയെങ്കിൽ എത്രയോ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവൻ നമ്മെ തള്ളിക്കളഞ്ഞില്ല. പത്രോസിന്റെ അടുക്കൽ വന്ന് പക്ഷിപ്പീരെന്ന് പറഞ്ഞ് കരുതി വരുന്നുണ്ടല്ലോ. രക്തത്തെക്കാൾ ഗുണകരമായി എനിക്ക് വേണ്ടി വാദിക്കുന്ന രക്തം, അതാണ് യേശുവിന്റെ രക്തം. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും നമ്മുടെ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. എന്റെ കുറവുകളെ കണക്കിടാതെ എന്നെ ആദരിക്കുന്ന ഒരു കർത്താവ്. സഭായോഗത്തിനൊക്കെ ബൈബിൾ കൊടുത്തുകൊണ്ട് പോകുമ്പോ ആദ്യം ഓർക്കുന്നത് ഇതൊക്കെയാ. ദൈവമേ, അകർത്തിയ ഓർമ്മ വെച്ചാൽ നിന്റെ മുമ്പിൽ നമ്മുടെ ലംഘനങ്ങളെ മായിച്ച്, നമ്മുടെ അകർത്യങ്ങളെ മായിച്ച്, നമ്മുടെ ഗുണം മാത്രം ചിന്തിക്കുന്ന ഒരു കർത്താവ്. ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരു അപ്പൻ നിനക്കുണ്ടോ? ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരു അമ്മ നിനക്കുണ്ടോ? അവൻ നീ പ്രതി വളർത്തിയ നിന്റെ മക്കൾ നിനക്കുണ്ടോ? നിന്റെ മാതാപിതാക്കൾ നിനക്കുണ്ടോ? എന്നാൽ നോക്കിയ കാൽവരിയിലേക്ക് നോക്കിയേ, അവൻ നിനക്ക് വേണ്ടി തൂങ്ങിയാടുന്നത്, അവൻ നിനക്ക് വേണ്ടി
വേണ്ടി തൂങ്ങിക്കിടക്കുന്നത് എന്നെ സ്നേഹിച്ചത് കൊണ്ടാ, എന്നെ സ്നേഹിച്ചത് കൊണ്ടാ. ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പത്രോസിന്റെ ലേഖനം 1:18 1-2 വാക്യങ്ങളിലൂടെ വായിച്ച രക്തത്തിന്റെ പ്രത്യേകത, നമ്മൾ എന്തുകൊണ്ടാണ് യേശുവിനെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞത് അത് വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. 1:18 പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 1:18. ഓരോ വാക്കും ശ്രദ്ധിക്കണേ, പെട്ടെന്ന് ഞാൻ നിർത്തിക്കൊള്ളാം. വ്യർത്ഥവും പാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ഈയിടയ്ക്ക് കേരളത്തിൽ ഈ സ്വർണത്തിന്റെ വില കൂടിയപ്പോൾ പല ദൈവമക്കളും തമാശയായിട്ട് പറഞ്ഞു, പാസ്റ്റർമാര് നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ ചതിയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കഴുത്തേലും കാതേലും കിടന്നെല്ലാം ഊരിപ്പറിച്ച് മാറ്റിയത്. അന്ന് 5000-നും 2000-നും 3000-നും വാങ്ങിച്ചത് ഇന്നുണ്ടായിരുന്നെങ്കിൽ ലക്ഷങ്ങൾ കിട്ടിയത്. ഉള്ളതൊക്കെ വെച്ചോ, കുഴപ്പമൊന്നുമില്ല. അത് വാങ്ങിക്കൊണ്ട് പോകാൻ നോക്കിയ ഞാൻ സ്വർണത്തിനെതിരോ അനുകൂലവാദികളും പ്രതികൂലവാദികളൊന്നും അല്ല. എന്തെങ്കിലും ഒരു ഭാഗം മേടിക്കാനുള്ള കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് എതിർക്കുകയല്ല, ഉണ്ടെങ്കിൽ മേടിക്കത്തില്ല. ഞാൻ പറയുന്നത് വേറെ ഉപദേശപ്രസവമൊന്നുമല്ല പറയുന്നത്. അത് ഒരു അസറ്റായിട്ടേ കാണാം, അത് വിലയേറിയതായിട്ട് കാണാം. അത് നമ്മുടെ ഒരു അസറ്റാണ്, ഒരു സമ്പത്തിന്റെ ഒരു ഭാഗം. അതല്ല വിടുതലിന്റെ. അത് തടസ്സമായി, വിടുതലിന് തടസ്സമായി നിൽക്കരുത്. ഇന്ന് ഒരുപാട് പേര് ലിബറലായിട്ടൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ അതിനൊന്നും എതിരല്ല. യേശുവിന്റെ രക്തത്തിന്റെ വില പൊന്ന്, വെള്ളി പോകുന്ന പോലെയല്ല, കൊണ്ടല്ലെന്നല്ല, വസ്തുക്കളെ പോലെയല്ല എന്നങ്ങ് ചിന്തിച്ചാൽ മതി. അപ്പൊ അതിനൊക്കെ വിലപ്പെട്ടതാണ് ഏത്? അത്രയും കണ്ടാൽ നമുക്ക് സമാധാനമുണ്ട്. മനസ്സിലായോ പറഞ്ഞേ? ദൈവത്തിന് മാത്രം ഉണ്ടാകണം. ആർക്കെങ്കിലും വിഷമമുള്ളൂ? ഇല്ലാത്തവർക്ക് സന്തോഷമുള്ളവർക്ക് സങ്കടമാണ്. ഏകദേശം ഇത്രയും നേരം പ്രസംഗിച്ച് എനിക്ക് സന്തോഷമാണ്. പക്ഷെ ഈ അവസാനം ഞാനതിന് എതിരല്ല ദൈവമക്കളെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടാട്ടെ, ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. സ്തോത്രം. അതിന് തത്തുല്യമല്ല ഇത്. ഇതിന്റെ അടുത്ത് പോലും വരാൻ പറ്റില്ല. ആ ബോധ്യം ഉള്ളിൽ ഭരിച്ചു വേണം ദൈവത്തെ ആരാധിക്കാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർണത്തിനോ നമ്മുടെ വെള്ളിക്കോ നമ്മുടെ അസറ്റ്സിനോ നമ്മുടെ ആ എല്ലാ ഭൗതികതയ്ക്കോ ഒന്നും അവൻ പകരമായി ഇരിക്കുന്നതൊന്നല്ല. അതിന്റെ മുമ്പിൽ ഇതൊന്നുമല്ല, ഒന്നുമല്ല. മനസ്സിലായോ? അങ്ങനെ നമ്മളൊന്ന് കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ യേശുവിനോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ വർദ്ധിക്കാനിടയാണ്. മനസ്സിലായ ഞാൻ പറഞ്ഞു? അങ്ങനെ നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു സെക്കൻഡറി ആയിട്ടൊന്നും കണ്ടാൽ ദൈവത്തിന് മഹത്വം. ഇന്ന് നല്ല കാറ് മേടിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, മാരുതിയുടെ ഓട്ടോയിൽ വരുന്നവൻ ശപിക്കപ്പെട്ടവൻ, വലിയ വീടുള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, കൊച്ചു ഒരു സൗകര്യമില്ലാത്തവൻ എന്തോ അവന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്. സഹോദരൻ ഒന്നുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എന്റെ പൊന്നെ, അത് അതിന്റെ കാര്യം, അത് സെക്കൻഡറിയാ. സ്തോത്രം. ഹല്ലേലൂയ.
സാധു താമ്പക്കൽ കൊച്ചുകുഞ്ഞു ഉപദേശി പാടിയൊരു പാട്ട എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ ആത്മാർത്ഥമായിട്ടാ പാടി. ഒരു പാട്ടിന് വേണ്ടി പാടി നല്ല സ്വരശുദ്ധി ഉണ്ടെന്ന് മനസ്സിലാക്കി. ആത്മാർത്ഥമായിട്ടാ പാടിയതെങ്കിൽ കർത്താവ് അനുഗ്രഹിക്കും. അല്ലാതെ ആ പാടിയെങ്കിൽ നല്ല ഈണത്തിൽ പാടാനുള്ള ഈണമുണ്ടെന്ന് മറ്റുള്ളവർക്കറിയാം. അപ്പോ നമുക്കുള്ളതിന് പകരം വയ്ക്കാവുന്ന ഒന്നല്ല യേശുവിന്റെ രക്തം. ആ യേശുവിന്റെ രക്തത്തിന് മുമ്പിൽ നമുക്കൊന്നുമില്ല. അതിന്റെ 4 ഘടകങ്ങൾ. ഒന്ന്, വ്യർത്ഥം ആയ പിതൃപാരമ്പര്യം. ചില പറയാറുണ്ട് ഞങ്ങളുടെ കുടുംബം ഇന്ന ദേശത്ത് വന്ന് ഇന്ന വീടിനെ പറ്റി ഒന്ന് ചോദിച്ചാൽ നാട്ടുകാർക്ക് മുഴുവൻ നാട്ടുകാർക്ക് അപ്പൊ നാട്ടുകാർക്ക് അറിഞ്ഞതുകൊണ്ട് മേപ്പോട്ട് പോവുകയാണ്. കർത്താവിനെ അറിയാക്കി മേപ്പോട്ട്. അപ്പൊ നാട്ടുകാരറിയാൻ വേണ്ടിയല്ല, കർത്താവ് അറിയാൻ വേണ്ടി. വ്യർത്ഥവും പാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് അസറ്റ്സ് കൊണ്ടല്ല, ഒന്നും കൊടുത്തല്ല, എന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ല. ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ രക്തത്താലത്രേ. ദൈവം നമുക്ക് തരുന്നതെല്ലാം സന്തോഷത്തോടെ അനുഭവിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. എന്നോടറിയാം, ഇത് നമ്മുടെ 2-ാം അധ്യായത്തിന്റെ 24-25 വാക്യം ഒന്ന് വായിച്ചു. നിങ്ങൾ എന്നോട് പിണക്കല്ലേ? സഭാപ്രസംഗിയുടെ പുസ്തകം 2-ന്റെ ഞാൻ ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, എന്റെ ഒരു അച്ചാൻ്റെ 3 പീസിന്റെ ഒരു പെപ്സി ഈ വാക്യം വായിച്ചു കൊടുക്കും. മര്യാദക്ക് തിന്നു കുടിച്ച് തിന്നു കുടിച്ച് തന്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല. അത് ദൈവത്തിന്റെ കയ്യിൽ. അങ്ങനെ തിന്നു കുടിക്കണമെങ്കിലും ദൈവം തരും. ഇന്ന് പലരും ഏതാണ്ടൊക്കെ ഇപ്പോ മില്ലറ്റും പഞ്ഞിപ്പുല്ലും ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ തിന്നാനുള്ള ഭാഗ്യം. അപ്പൊ തിന്നണമെന്നുണ്ടെങ്കിലും ദൈവം ഭാഗ്യം കൊടുക്കണം. ഇല്ലെങ്കിൽ കാണാനേ പറ്റൂ. നല്ല ഡിന്നർ ഒരുക്കി വെച്ച് ഉപദേശമാക്കും. മട്ടൻ, ചിക്കൻ, ബീഫ് ഇതെല്ലാം ഉണ്ട്. ഞാനൊരു സ്ഥലത്ത് അച്ഛൻ്റെ എനിക്കുള്ള ഇപ്പം വരും. കാണാനല്ലാതെ തിന്നാൻ പറ്റുമോ? തിന്നു കുടിച്ച് സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് വേറൊരു നന്മയില്ല. അടുത്തത് അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളത്. അടുത്തത് അവൻ നൽകിയിട്ടല്ലാതെ ആ ഭക്ഷിക്കും, അവൻ ഭവിക്കും. തനിക്ക് പ്രസാദമുള്ളവന് അവൻ ജ്ഞാനവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. ഞാനത് പറഞ്ഞില്ല. ഇത് കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് കൂട്ടിവെക്കുന്നത് ആരാ? ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് അതല്ല രക്ഷയുടെ മാനദണ്ഡം, അതല്ല വിടുതലിന്റെ മാനദണ്ഡം, അതുകൊണ്ടല്ല രക്ഷ പൂർത്തിയാകുന്നത്. രക്ഷ പൂർത്തിയാകുന്നത് യേശുവിന്റെ രക്തത്താലുള്ള വിടുതലാണ്. അതുകൊണ്ടാ ശ്രദ്ധിച്ചൊന്ന് നോക്കാൻ പറഞ്ഞേ. ഇതൊന്നുമല്ല, ഇതൊക്കെ അല്പസമയത്തേക്ക് നമുക്ക് തന്നിരിക്കുന്ന ചില കാര്യങ്ങളാണ്.
ഞാൻ വാങ്ങിയ വണ്ടി ഞാനില്ലാതെ റോഡിൽ കൂടെ ഓടുന്ന ഒരു കാലം ഉണ്ടാകും. ഞാൻ പണിത വീട് ഞാനില്ലാത്തപ്പോ വേറെ ആൾക്കാർ താമസിക്കുന്ന സൗകര്യം ഉണ്ടാവും. എന്റെ പേരിൽ കരമടച്ച ഭൂമി മറ്റൊരാൾ അനുഭവിക്കും. പക്ഷെ ഞാൻ ഇവിടെ സ്ഥിരവാസിയല്ല. ഇതെല്ലാം എനിക്ക് അല്പകാലത്തേക്ക് അനുഭവിക്കാൻ തന്നതാ. അത്ര മാത്രമേ കാണാവൂ. എന്നാൽ യേശുവിന്റെ രക്തം, അവൻ നമ്മെ വീണ്ടെടുത്ത രക്തത്തിന്റെ വില അത് പൊന്ന് വെള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളുടെ വിലയല്ല. അതിനേക്കാൾ ശ്രേഷ്ഠമേറിയത് ഉണ്ടാകുന്നതെല്ലാം അനുഭവിച്ചു, സ്വരൂപിച്ചു. അതിലൊന്നും തെറ്റില്ല. കർത്താവിന് പോകുന്നത് ഞാൻ യേശു കർത്താവ് പറഞ്ഞ പോലെ ഇന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. ഉപദേശമാരെ ടെക്നിക്കാണ് നിങ്ങൾ വിചാരിക്കും. എന്നൊന്നും അല്ല. കർത്താവിന്റെ അടുത്ത് ഒരാളെ ചോദിച്ചു സ്വർഗരാജ്യം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിനക്കുള്ളത് വിറ്റ് ഞാനെന്നാണ് പറയാൻ നിങ്ങൾ കൊടുക്കുകയല്ല. ഞാൻ അതല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. യേശുവിന്റെ രക്തത്തിന് തത്തുല്യമല്ല അതെന്താകട്ടെ. യേശുവിന്റെ രക്തത്തിന് തത്തുല്യമാണ്. അത്രമേൽ നിഷ്കളങ്കവും നിർദോഷവുമായ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ നിന്നെ കഴുകിയിരിക്കുന്നത്, നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നത്, നിന്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നത് നിഷ്കളങ്കമായ രക്തത്താലാണ്. ആ രക്തത്തിൽ കവർ ചെയ്യപ്പെട്ടവരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അത് വർഗ വർണ്ണ വ്യത്യാസമില്ല, ജാതി മതഭേദമില്ല. ആമേൻ. സ്തോത്രം, സ്തോത്രം. പണ്ടൊക്കെ 5 മിനിറ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. പണ്ടൊക്കെ ഈ സഭയില് പാസ്റ്റർമാര് മുൻകാൻ താടി, അങ്ങനെ താടികളൊന്നും വിളിയില്ല. ഇത് കാണുമ്പോ അവരെ കാണുന്നതും പിശാചിനെ കാണുന്നതും ഒരുപോലെ. കയ്യിൽ ഇച്ചിരി കൂട്ടക്സിട്ടാണ്. ഇവിടുത്തെ 4 രോമം ഒന്ന് പറിച്ചു കളഞ്ഞ പ്രസംഗത്തിനിടയിൽ ഇതെല്ലാം ഉണ്ടായി. പാൻറ്റൊന്ന് ഇറുക്കിയിട്ട, ഷർട്ടിന്റെ അളവൊന്ന് കുറഞ്ഞു പോയാൽ പിന്നെ പിശാചിന്റെ അന്നാവാണ്. അതൊന്നും അല്ല. അവന്റെ അകത്തുള്ള ആത്മാവ്, അവന്റെ അകത്തൊരാത്മാവ്. പുറത്ത് മാന്യമായി ജീവിക്കണം, പക്ഷെ അവന്റെ അകത്തുള്ള ആത്മാവിന് വേണ്ടിയാണ് കർത്താവ് എന്തിയെ. അതുകൊണ്ട് അവൻ സ്തോത്രം സമൂഹത്തിൽ അമാതൃകയോടെ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ അവന് വിലപ്പെട്ടതായ ആത്മാവിന്റെ വിടുതലാണ് യേശുവിന്റെ രക്തത്താലുള്ളത്. അങ്ങനെ വിടുവിക്കപ്പെട്ട ഒരു ആത്മാവിനെ കാണുമ്പോ അവൻ ദൈവത്തിന് സ്തോത്രം, ഇവനും എന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ പണി കാണിക്കാതെ ദൈവത്തെ സ്തുതിക്കണം. മലയാളികളായ നമ്മളൊക്കെല്ലാം ഇനിയിപ്പോ കേരള സ്റ്റേറ്റ് ഓവർസിൽ വന്ന് പ്രസംഗിച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ കമന്റ് എഴുതി. 14 ജില്ലയ്ക്ക് അപ്പുറവും ജനമുണ്ട്, ജില്ലയ്ക്കപ്പുറവും രാജ്യമുണ്ട്, 198 രാജ്യങ്ങളുണ്ട്, ചട്ടബോർഡിന്റെ എല്ലാം ആത്മാക്കളുണ്ട്. അവിടെയുള്ളവരെല്ലാം വിടുവിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിന്റെ രക്തത്താൽ. അതുകൊണ്ട് എബ്രായ ലേഖനം പറയുന്നു, അതുകൊണ്ട് അവനവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ അങ്ങനെ ലജ്ജിക്കാത്തൊരു ദൈവം. ഞാൻ നേരത്തെ പറഞ്ഞു, ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തം, എന്നെ ആദരിപ്പാൻ ലജ്ജിക്കാത്തൊരു രക്തം. അതുങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവസാനിപ്പിക്കാൻ പോകട്ടോ. ഒടുവിലായിട്ട് ആമേൻ റെവലേഷൻ ചാപ്റ്റർ 12-ാം അധ്യായം, അതിന്റെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം, അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അടുത്ത വാക്ക്, അവരവനെ ആരെ? അപവാദിയെ. രാപ്പകൽ കുറ്റം ചുമത്തുന്നവനെ
ജയിക്കുവാൻ വേണ്ടിയുള്ള ഒരു അനുഭവം. അതാണ് അടുത്ത വാക്യം പറയുന്നത്. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചനവും നിമിത്തം എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളെ കുറ്റം വിധിക്കുന്ന പിശാചിനെ ജയിക്കാനുള്ള അധികാരമുള്ള രക്തമാണ് യേശുവിന്റെ രക്തം. ഇന്ന് രാത്രി സന്തോഷത്തോടെ അവനെ സ്തുതിക്കാതെ അവൻ നിരന്തരം കുറ്റം വിധിക്കുവാൻ ദൈവമുണ്ടാകെ അവൻ അപവാദിയായ പിശാചി ചെല്ലുമ്പോ അവനെ ജയിക്കുവാൻ നമുക്ക് ലഭിച്ച രക്തമോ യേശു കർത്താവിന്റെ രക്തം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാതെ അവൻ യോബിനെ കുറിച്ച് കുറ്റം വിധിക്കുവാൻ അവൻ സ്വന്തം ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അവൻ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ അവന് വേണ്ടി വാദിച്ചത് ദൈവമാണ്. യോശുവയുടെ വസ്ത്രത്തിന്റെ അവൻ അല്പം അവൻ കളങ്കം കണ്ടപ്പോ പിശാചി എന്ന് വാദിക്കുമ്പോ അവന് വേണ്ടി വാദിച്ചത് കർത്താവാണ്. എന്നാൽ ഇന്ന് പകൽ എനിക്ക് വേണ്ടി വാദിക്കുന്നത് യേശുവിന്റെ രക്തമാണ്. ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ഉടമയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഹല്ലേലൂയ, പരിശുദ്ധനായവന്റെ രക്തം. ഹല്ലേലൂയ, പുതിയ നിയമത്തിന്റെ രക്തം, നിത്യ നിയമത്തിന്റെ രക്തം. അവൻ കർത്താവിന് സ്തോത്രം നമ്മെ അവൻ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഓർക്കുമ്പോ തന്നെ ഒരു ധൈര്യമാണോ? എന്നെ ധൈര്യപ്പെടുത്തുന്ന ആ രക്തത്തിനായ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ അശക്തനല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് ഇന്ന് രാത്രിയും അറിയുന്ന ദൈവമക്കള് ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചേ. അവൻ എന്റെ സങ്കടങ്ങളെ മാറ്റുന്ന, എന്റെ കഷ്ടങ്ങളെ തീർക്കുന്ന, എന്റെ മുറിവുകളെ കെട്ടുന്ന അവൻ യേശുവിന്റെ രക്തം. നമ്മുടെ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ യേശുവിന്റെ രക്തം നമുക്ക് ലേഖനത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കാം. ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം എന്താണ്? അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ ഭോജനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇന്ന് രാത്രി ആ സന്തോഷം അനുഭവിക്കുന്നവര് കർത്താവിനെ സ്തുതിച്ചാണ്ട് എനിക്കൊരു വീണ്ടെടുപ്പുണ്ട്. അവന്റെ രക്തത്താൽ എന്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമുണ്ട്. എന്റെ ക്രമങ്ങൾ തെറ്റുമ്പോ അവൻ തള്ളിക്കളയാതെ യേശുവിന്റെ രക്തത്താൽ എനിക്കൊരു വീണ്ടെടുപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ എല്ലാ തരങ്ങളും തുറന്ന് കർത്താവിനെ സ്തുതിച്ചാരാധിച്ചാലേ എന്നെ വീണ്ടെടുക്കുന്ന രക്തം, എന്നെ വിടുവിക്കുന്ന രക്തം, എന്നെ സൗഖ്യമാക്കുന്ന രക്തം, എന്നെ വഴി നടത്തുന്ന രക്തം, എന്നെ സൂക്ഷിക്കുന്ന രക്തം, എന്നെ ശക്തീകരിക്കുന്ന രക്തം. എന്റെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്ന, എന്നെ ആരാധനയ്ക്ക് യോഗ്യനാക്കുന്ന, ഹല്ലേലൂയ, ആ നാമം എടുക്കുവാൻ എന്നെ യോഗ്യനാക്കുന്ന യേശുവിന്റെ രക്തം. ഇത്രയേറെ ക്വാളിറ്റിയുള്ള ഒരൊറ്റ രക്തമേ ഉള്ളൂ. അത് നസ്രയനായ യേശുവിന്റെ രക്തം. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആ രക്തത്താൽ നീ മുദ്രയിട്ടിരിക്കപ്പെട്ടത് എന്നെ തൊടുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. രാത്രി ആലയത്തിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ആ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ടിരിക്കുക. വീണ്ടെടുക്കപ്പെട്ടവരാ, വിശുദ്ധന്മാരാ. മനസ്സിനകത്ത് പോലും നമ്മൾ അശുദ്ധനാണെന്നുള്ള ചിന്ത ഭരിക്കരുത്. നമ്മൾ വീണ്ടെടുത്ത് നാം വിശുദ്ധരാണ്. എന്റെ വാക്കിനോട് കർത്താവിന്റെ രക്തത്തെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ. ഒരു ഭൂതത്തെ കാണുമ്പോൾ മാത്രമല്ല, ഒരു വിചാരനെ കാണുമ്പോൾ ഉദ്ദേശിക്കുന്ന യേശുവിന്റെ രക്തം. ഭൂതത്തിന്റെ മുമ്പിൽ ജീവിതത്തിൽ മുഴുവൻ യേശുവിന്റെ രക്തം
കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് ആഹളങ്ങൾ ഊതിടുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിലയിലേക്ക് നിന്ന് ആ പാട്ടിന്റെ ചരണങ്ങൾ പാടി ആത്മാവിൽ കർത്താവിൽ നിന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം വിലയേറിയ രക്തമാ. അത് നമ്മെ വീണ്ടെടുത്ത രക്തമാ. അത് നമ്മെ വിടുവിക്കുന്ന രക്തമാ. അത് നമ്മെ സൗഖ്യമാക്കുന്ന രക്തമാ. രാത്രി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ.